സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. പട്ടാമ്പിക്കാറ്റിന്റെ മറ്റൊരു ചെറിയൊരു വിശേഷമാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ നമ്മളുടെ സ്വന്തം മാർക്കോ പോളോനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മളുടെ പട്ടാമ്പി മേഖലയിലായിട്ട് വന്നിട്ടുള്ള 34 സീറ്റിന്റെ ആദ്യത്തെ മാർക്കോ പോളോ കൂളിയാസ് ഹോളിഡേസിന്റെ കയ്യിലാണ്. അപ്പൊ ആ വിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ടും ഈ വണ്ടിയുടെ മറ്റുള്ള വണ്ടികളുടെ വെച്ച് നോക്കുമ്പോൾ ഈ മാർക്കോ പോളോയ്ക്ക് മറ്റുള്ള വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ വളരെയധികം മാറ്റങ്ങളുണ്ട്. കുറെ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഈ വണ്ടിയുടെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതായത് ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് നമുക്ക് ഈ വാഹനം കിട്ടിയത്. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ ഇപ്പോ ഷോറൂം ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ ഇപ്പൊ ഇതിനുള്ളിൽ നിൽക്കുന്നത്. ഇനി ഇതിന്റെ ഉള്ളില് മാറ്റങ്ങൾ, സൗണ്ട് സിസ്റ്റം, ലൈറ്റ് വർക്ക്, അതുമാതിരി ഒരു യാത്രക്കാർക്ക് വേണ്ട എന്തൊക്കെയാണോ വേണ്ടിച്ച ആ വിധത്തിലുള്ള എല്ലാ ഓപ്ഷൻസിലേക്ക് ഇനി ഇത് വർക്ക്ഷോപ്പിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ അതിന്റെ മുന്നേ നമ്മളെ സുഹൃത്തുക്കൾക്ക് ഇതിന്റെ വിശേഷങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇതിന്റെ അപ്ഡേഷൻ ചെയ്തിട്ടുള്ള വീഡിയോസ് വന്നുകൊണ്ടേ ഇരിക്കും. അപ്പൊ നമ്മളുടെ ഈ വാഹനത്തിന്റെ ഉള്ളിൽ, അതായത് ഇന്നലെ വൈകുന്നേരത്ത് ഞങ്ങൾക്ക് രാത്രിയോട് കൂടിയിട്ടാണ് ഡെലിവറി കിട്ടിയത്. അപ്പൊ രാത്രിയിൽ ഈ വിശേഷം അറിയിക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഇരുട്ടായ കാരണം വീഡിയോ എടുക്കാനെന്നുള്ളൊരു തിരക്കിൽ പെട്ടു. അപ്പോ നമ്മളെ വാഹനേ തികച്ചും 34 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന മാർക്കോ പോളോയുടെ ഒരു മിനി ബസ്സാണ് കേട്ടോ. അപ്പോ AC ആണ്, പുഷ് ബാക്ക്. മറ്റുള്ള വണ്ടികൾ വെച്ച് നോക്കിയാൽ പറഞ്ഞല്ലോ ഹരിതയുടെ സീറ്റാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിൽ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതുപോലെ ഇതില് 2-3 ഒരു ഇത് എടുത്തു പറയട്ടെ. നമ്മളിപ്പോഴേ ഓരോ സീറ്റിലും ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താലോ. ഇതില് എല്ലാ സീറ്റിലും ഉണ്ടല്ലോ പുഷ് ബാക്ക് ലെഗ് സ്പേസ് ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ആണ്. നമ്മളുടെ വണ്ടിയുടെ ഉള്ളില് അത്യാവശ്യം ഒരു വലിയൊരാൾക്ക് സുഗമമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ലെഗ് സ്പേസ് ആണ് ഇതിലുള്ളത്. പിന്നെ ഇതില് 2 ഹാൻഡ് റെസ്റ്റ് ഉണ്ടോ, അതായത് എല്ലാ വണ്ടികൾക്കും ഒരെണ്ണം വെച്ചിട്ട് വരിക. ഹരിതയുടെ സീറ്റിന് 2 ഹാൻഡ് റെസ്റ്റ് വരിക. അതുമാതിരി എല്ലാ ചാർജിലും സീറ്റിന്റെ സൈഡിലും കണ്ടോ ചാർജിങ് പോയിന്റ് കണ്ടോ. ഇത് എല്ലാ സീറ്റുകൾക്കും ഉണ്ട് കേട്ടോ, ചാർജിങ് പോയിന്റ് എല്ലാ സീറ്റുകൾക്കും ഉണ്ട്. അപ്പോ ഇത് സീറ്റിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉള്ളത്. പിന്നെ ഇതിന്റെ 2 എയർ വിൻഡോ കണ്ടോ. ഇവിടെ ഒരു ഇതുണ്ട്, നമ്മളെ ചൂടത്ത് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ലോങ് ഒക്കെ പോകുമ്പോൾ അത്യാവശ്യം കുറച്ച് ചൂടൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇത് ബസ്സിന്റെ ഒക്കെ പോലെ ഈ വണ്ടിക്ക് ഉള്ളതാണ്. 2 എണ്ണം ഉണ്ട്, ഒന്ന് ഇവിടെ ഉണ്ട്, ഒന്ന് ഫ്രണ്ടിലും അവിടെ ഉണ്ട്. അപ്പോ ഇതാണ് നമ്മളുടെ ഇതിന്റെ ഉള്ളിലത്തെ റൂഫിലത്തെ ഒരു മാറ്റങ്ങൾ. പിന്നെ AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടുക്കാച്ചി തണുപ്പാണ്. നമ്മൾ ഓൺ ആക്കിയിട്ട് ഒരു 5 മിനിറ്റിന്റെ ഉള്ളില് ഇത്രയും വലിയ ബസ് നല്ല കൂളിംഗിലേക്ക് എത്തുന്നുണ്ട്. നല്ല റിസൾട്ട് തരുന്നത് കേട്ടോ. AC കാര്യത്തിലൊക്കെ മാർക്കോ പോളോന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. അതുപോലെ സുഹൃത്തുക്കളെ ഇതിന്റെ സീറ്റ് കണ്ടോ, എയറാ. നമ്മളിങ്ങനെ എത്ര ദൂരം നമ്മളിങ്ങനെ യാത്ര ചെയ്താലും നമുക്ക് തണ്ടൽ വേനയും കാര്യങ്ങളൊന്നും വരില്ല, കാരണം എയർ സസ്പെൻഷൻ എയർ കൊണ്ടേ. അത് ടാറ്റയുടെ ഒരുവിധം വലിയ വണ്ടികൾക്കുണ്ടല്ലോ, ഇപ്പൊ ടോറസ് അങ്ങനത്തെ വാഹനങ്ങൾക്കാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇപ്പൊ ഇങ്ങനത്തെ വാഹനങ്ങൾക്ക് ഉണ്ട്. പിന്നെ സീറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. കാല് ലെഗ് സ്പേസ് കുറവുള്ള ഏത് ഡ്രൈവർക്കും ഇത്ര വരെ എത്തിക്കാം. പിന്നെ ഇതിന്റെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ബാക്കി വേണ്ട. നമ്മളെ സ്റ്റിയറിങ് നമ്മളെ ഇഷ്ടത്തിന് ഒന്ന് നിവർന്നിരുന്നിട്ട് പോകണമെങ്കിൽ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഡ്രൈവ് ചെയ്യാം. ഇനിയിപ്പോ കുറച്ച് നിവർന്നിരിക്കുമ്പോ ഇതിന്റെ ഓപ്ഷൻ ഉണ്ടോ, അത് എല്ലാ വണ്ടികൾക്കും ഉള്ളത് തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നതല്ല, മറ്റേ കാറുകൾക്കൊക്കെ ഉള്ള പോലെ തന്നെയാണ്. ഇതിനെ ഇങ്ങനെ ലോക്കാക്കിയാല് പിന്നെ ഇങ്ങനെ ഇരുന്ന് ഡ്രൈവ് ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻസ് നമ്മളെ മാർക്കോ പോളോയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോ ഡ്രൈവർ ഭാഗത്തു നിന്നുള്ള ഒരു വിശേഷം എന്താണ്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ പറഞ്ഞാല് ഇതിന്റെ മറ്റുള്ള ഒരു ഭാഗങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ മറ്റൊരു മാർക്കോ പോളോന്റെ വിശേഷം പറഞ്ഞല്ലോ. ഇതിന്റെ ഹെഡ്ലൈറ്റ് മറ്റുള്ള പോലെയുള്ള മറ്റേ റൗണ്ട് ലൈറ്റ് ആണ്. ഇതൊരു കാറിന്റെ ഒക്കെ പോലത്തെ, കാണാൻ ഒരു ക്രിസ്റ്റഡ് ഒക്കെ പോലത്തെ അല്ലേ. നമുക്ക് അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു വൈബിലത് ചെയ്തിരിക്കുന്നത്, നല്ല രസം. പിന്നെ ഇതിന് ഡിയറിൽ ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇത് നൈറ്റില് കാണാൻ നല്ല രസമാണ്. വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഇരുട്ടത്തിൽ കാണിച്ചാലേ അപ്പൊ കാണാൻ നല്ല രസമാണ്. പിന്നെ ഇതിന്റെ ഈ ഭാഗത്തേക്ക് നല്ലൊരു വിശേഷം പറയാന്ന് വെച്ചാല്, ഇത് ബാറ്ററി ബോക്സ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ മറ്റേ ഇതിലൊക്കെ പറഞ്ഞു തരുന്നത് ബാറ്ററി ബോക്സ് തന്നെ ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൽ മാറ്റം വന്നിട്ടില്ല. പിന്നെ 12 വോൾട്ട് അല്ല, 24 വോൾട്ടാണ് ഇപ്പൊ മാർക്കോ പോളോ. 30 മുതൽ അങ്ങോട്ട് മേപ്പെട്ടുള്ളതൊക്കെ 24 വോൾട്ടാ വരുന്നത് കേട്ടോ. പിന്നെ അത്യാവശ്യം കുറച്ച് ലെങ്ത് നോക്കുമ്പോൾ നമ്മൾ 26 സീറ്റ് ഏകദേശം ഇപ്പൊ 20 സീറ്റൊക്കെ വരികയാണെങ്കിൽ ഏകദേശം ഇപ്പൊ ഈ റേഞ്ചിലേക്കൊക്കെ വരുള്ളൂ ലെങ്ത്. 24ന്റെ ഒരു ലെങ്ത് എന്ന് പറയുമ്പോൾ ഫുൾ ലെങ്ത് നോക്കുമ്പോൾ ഇത്ര ഉണ്ടാവും. ഇതിപ്പോ അവിടെ നിന്ന് 30-34 ഒക്കെ ചെയ്സ് പറയുമ്പോൾ അത്യാവശ്യം കുറച്ചുകൂടി ലെങ്ത് കൂടുന്നുണ്ട്. പിന്നെ ഇതില് ബാക്ക് സൈഡ് പറയുമ്പോഴേ, ബാക്ക് സൈഡില് നമ്മളെ ടൈലാമ്പ് ഉണ്ടല്ലോ, ആ ടൈലാമ്പിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. മറ്റേ വണ്ടി പോലെ അല്ല. 30 സീറ്റ് മുതൽ അങ്ങോട്ട് മേലക്കുള്ളതിന് ടൈലാമ്പ് ഉണ്ടോ. ഈ ഒരു നമ്മളെ എന്താ പറയാ, മറ്റേ വണ്ടി പോലെ അല്ല, കാണാൻ കുറച്ച് ലുക്ക് ഉള്ളതാണ്. പിന്നെ ഇതിന്റെ ഡിക്കി സ്പേസ് ഇതാണ്. ഇത് നമ്മള് മോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ
ഈ ഭാഗം കട്ട് ചെയ്തിട്ട് സെഡസ്ട്ര പറഞ്ഞ മോഡൽ വരുന്നുണ്ടല്ലോ, അത് ഇവിടെ ചെയ്യുമ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡ് മൊത്തത്തിലൊരു മാറ്റം വരും. കുറച്ച് നല്ലൊരു ഇത് വരും. അപ്പൊ ഈ ഡോറൊക്കെ നമ്മൾ മാറ്റും, കട്ട് ചെയ്തിട്ട് ഇതൊക്കെ ഇവിടെ നിന്ന് മാറ്റും. പിന്നെ നമ്മള് പട്ടാമ്പി മേഖലയിലെ ആദ്യത്തെ വണ്ടിയാണ്. ആ ഒരു വിശേഷം കൂടി സന്തോഷം കൂടി നമ്മൾ ഇതിന്റെ കൂടെ പങ്കുവെക്കട്ടെ. അപ്പൊ ഇതാണ് നമ്മളെ ഇനി പുതിയ ഈ ഞങ്ങളുടെ കൂട്ടത്തിലത്തെ പുതിയൊരു അതിഥിയാണ് ഞങ്ങളുടെ കൂട്ടത്തില്. അപ്പൊ നമ്മളെ ഈ വണ്ടിയിലാണ് നമ്മളുടെ കൂടുതലായിട്ട് ഇനി നമ്മളുടെ യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ നമ്മളെ ചെക്കന്റെ കൂടെ ആയിരുന്നു ഇത്ര കാലം. ഇനി ചെക്കനെ നമ്മളെ ഹംസൊക്കെയാണ് കൊണ്ടു നടക്കുക. അതുപോലെ കാര്യങ്ങളൊക്കെ ആയിട്ട് കട്ടയ്ക്ക് നമ്മൾ കൂട്ടുകാരായിട്ടും എല്ലാവരും ഉണ്ടാവും ടീമായിട്ട്. അപ്പൊ നമ്മളുടെ ഈ ഒരു ആൾക്ക് പുതിയൊരു അഡീഷണൽ നെയിം കണ്ടെത്തിയിട്ടുണ്ട് ഞങ്ങള്. അപ്പൊ ഞങ്ങളത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മളുടെ ഈ ഒരു വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളെ വണ്ടിയുടെ മോഡിഫിക്കേഷൻ ആയിട്ടുള്ള ബാക്കിയുള്ള എല്ലാവിധ വിവരങ്ങളും നിങ്ങൾ തന്നെ അറിയിക്കാം. അപ്പോൾ ഇതുവരെ തന്നെ ഞങ്ങളുടെ സപ്പോർട്ടിന് നന്ദി. ഇനി ഇവിടെ നിങ്ങൾ ഉണ്ടാവുന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ മറ്റൊരു ചെറിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ.